മാവ് ഇതുപോലെ തളിർത്ത് വരുമ്പോഴേ അതിൻ്റെ വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തളിർത്ത് വരുന്ന സമയത്ത് പുഴുക്കൾ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, പുഴുക്കൾ വന്ന് ഫുള്ളായിട്ട് ഒടിച്ചിടുന്നത്, തണ്ടുപോലും തുരന്ന് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ വളർച്ച അതോടെ മുരടിച്ച് പിന്നീട് ഒരിക്കൽ തളിർക്കുമ്പോഴേ പിന്നെ അത് വളരുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കീടനാശിനി ചെറുതായിട്ട് ഫ്രൂട്ട് പ്ലാന്റുകൾക്കും മാവുകൾക്കൊക്കെ വരുന്ന വളർച്ചാ ദോഷത്തെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ട പ്രതിവിധിയാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് മാവ് തളിർത്ത് വരുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ പുഴുക്കേടായിട്ട് ഒന്നാകെ മുറിഞ്ഞു പോകും. ഇല എന്ന് മാത്രമല്ല അതിൻ്റെ കമ്പ് മുഴുവൻ ഒരു തരം പുഴുക്കൾ വന്ന ആക്രമണത്തോട് കൂടിയിട്ട് എല്ലാം നശിച്ചു പോകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കീടനാശിനി ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അത് മാവ് തളിർത്ത് ഇങ്ങനെ കൂമ്പ് വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ രീതിയിലൊന്ന് അടിച്ചു കൊടുക്കണം. എന്നാൽ അതിന് വരുന്ന ഒട്ടുമിക്ക ദോഷങ്ങളും മാറിക്കിട്ടും. അല്ലാത്ത പക്ഷം മാവ് തളിർത്ത് വരുമ്പോഴാണ് അതിൻ്റെ വളർച്ച വരുന്നത്. അപ്പോൾ തളിർത്ത് വരുമ്പോൾ അതിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കാൻ വേണ്ടി പുഴുക്കളാക്രമണത്തോടു കൂടി ഈ തണ്ടും തളിരിലയും എല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ആ ഘട്ടത്തിൽ വളർച്ച അതോടെ മുരടിച്ചു പോകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ മാവ് ഇങ്ങനെ കുത്തനെ വളർന്നു പോയതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. നമ്മളെ രീതിയിൽ മാവുകൾ വളരണം. നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ മാവ് എന്നല്ല, നമ്മൾ വെക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകൾ മുഴുവൻ നമ്മൾ അനുസരണയോടെ വളർത്തണം. അപ്പോൾ അതിനുവേണ്ടി ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാവ് എന്നല്ല, ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം നല്ല രീതിയിൽ വളരും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ കമ്പുകൾ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ വളർന്നുകൊണ്ടിരിക്കും. നമ്മളതുപോലെ അതിനു വേണ്ടി ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ വളർച്ചാ രീതിയൊക്കെയാണ് നമ്മളിന്നിവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ട് അഭിപ്രായങ്ങളും അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇളം പ്രായത്തിൽ തന്നെ അതിന് വഴങ്ങുന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ അത് വഴങ്ങുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോവുകയും. അപ്പോൾ അങ്ങനെ ചെയ്താണ് ഇത്. അതേപോലെ ചെയ്ത് തന്നെയാണ് ഇത്. കാണുന്നുണ്ടാവും, നല്ല രീതിയിൽ കമ്പൊക്കെ ഇങ്ങനെ വന്ന് നമുക്ക് വഴങ്ങുന്ന രീതിയിലൊക്കെയാണ്. അതിപ്പോൾ ഏത് വൃക്ഷമാണെങ്കിലും നമ്മളതിൻ്റെ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ രീതിയിൽ വളരുള്ളൂ. അല്ലാത്ത പക്ഷം അതിങ്ങനെ കുത്തനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. ഇതുപോലെ മാവിൻ്റെ കമ്പെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കെട്ടിക്കൊടുക്കും. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മൾ മാവിൻ്റെ ഓരോ കമ്പും ഇതുപോലെ ഇങ്ങനെ വളച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ വളഞ്ഞ് ഇതിൻ്റെ മാവിൻ്റെ കമ്പുകളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ വളർന്നുകൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം മാവിൻ്റെ കമ്പൊക്കെ ഇങ്ങനെ കുത്തനെ പോയിട്ട് നമുക്ക് മാങ്ങ ഉപകാരമില്ലാത്ത രീതിയിലൊക്കെ കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വളഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യെത്തുന്ന വരെ തന്നെ ഇതൊക്കെ നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ചെറിയ ആക്രമണങ്ങളൊക്കെ അവിടെ നിലനിൽക്കും. അതുപോലെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ അത്തിപ്പഴം വീണ്ടും നമ്മൾ കവറിട്ട് കൊടുത്ത് 2 എണ്ണം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറിച്ചെടുക്കുന്നതിൻ്റെ മുമ്പേ നമ്മളിതൊന്ന് കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ അത്തിപ്പഴം എത്രയും വലുതാണെന്നറിയാം. നമ്മൾ പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ്. ഇതാ ഉണ്ടോ, ഒരു 5-6 അത്തിപ്പഴം 1 കിലോ പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ആയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പിരിച്ചെടുക്കുക. ഓ പൊട്ടി.